മക്കളോടാണ്, വിദ്യാർത്ഥികളോടാണ്, പ്രത്യേകിച്ച് 10th ബോർഡ് എക്സാം, 11th 12th ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റേറ്റ് വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് സമയമില്ല, അധികം സമയമില്ല എന്ന് മാത്രമല്ല, വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ. 30 ദിവസം, മാക്സിമം 33 ദിവസം. ഞാൻ പറയുന്നത് ഈ സമയം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. പലപ്പോഴും പഠനത്തിൽ നമുക്ക് പ്രശ്നങ്ങളായി വരുന്നത് കുറേ കാര്യങ്ങളുണ്ടാവും. ഒന്ന്, നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്ഷനുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ബോറടിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ച് പഠന രീതിയെ മാറ്റുക. ചില ആളുടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും, പക്ഷേ മറന്നുപോകും. ഇത് മനസ്സിലാക്കിയിട്ട് മറന്നു പോകാതിരിക്കാൻ മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ റിവൈസ് ചെയ്യുന്നൊരു മെത്തേഡിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പഠനം തീർച്ചയായിട്ടും ആസ്വാദ്യകരമാക്കാം, നന്നാക്കാം. ഇനി വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ബേസ് ഉണ്ടാവില്ല. ആ ബേസ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാനൊരു ഉത്സാഹമില്ല. പഠിക്കുന്ന ഇങ്ങനെ പിന്നാലെ നടന്ന് പാരൻസ് പറഞ്ഞിട്ടും ബുക്ക് തുറക്കുമ്പോൾ ഒരു ജാതി ചടപ്പും മടുപ്പും ഒരു ജാതി ബുദ്ധിമുട്ടും വരികയാണെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് പഠിക്കാൻ തീരുമാനിക്കുന്ന ആലോചിക്കുന്ന സബ്ജക്റ്റുകളിലോ മറ്റോ നമുക്ക് ഒരു ബേസില്ലായ്മ ഉള്ളത് കൊണ്ടാണോ എങ്കിൽ ഈ 33 ദിവസത്തിൽ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്ന് കറക്റ്റാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. എന്ന് വെച്ചാൽ നമുക്കൊരു 33 ദിവസം വെച്ചുകൊണ്ടുള്ളൊരു പ്ലാൻ അങ്ങ് ഉണ്ടാക്കിയാലോ. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ സബ്ജക്റ്റ് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ എത്ര ദിവസം അതിനൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കുക. പഠിക്കുന്നതിൽ ഏത് സബ്ജക്റ്റാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, ബേസ് ഇല്ലാത്തതെന്ന് നോക്കിയിട്ട് ആദ്യത്തെ 3 ദിവസം അതിനു വേണ്ടി അങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാത്സാണ് പ്രശ്നമെങ്കിൽ മാത്സിൽ നാട്ടിലുള്ള ഒരു എക്സ്പേർട്ടിനെ കണ്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നല്ലൊരു ട്യൂഷൻസ് ഉണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ ബേസ് ഇല്ലാത്തത് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം ആദ്യത്തെ 3 ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുക. ഇനി ബാക്കിയുള്ള 30 ദിവസം ഞാൻ എപ്പോഴും പറയുന്ന 10th-കാരോടും 11th and 12th-കാരോടും ശ്രദ്ധിച്ച് കേൾക്കുക. 3 ദിവസം കൊമേഴ്സും സയൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എല്ലാം മാർക്ക് ചെയ്യാം. അക്കൗണ്ട്സിലാണെങ്കിൽ പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് പ്രോബ്ലംസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ ഓരോ ദിവസവും ഒരു 10 പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എടുക്കുക. അതേപോലുള്ള 3 എണ്ണം ഗൈഡിൽ നിന്നെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ 10 പ്രോബ്ലം, 10 ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം, അത് അതേ പാറ്റേണിലുള്ള 3 എണ്ണം എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് 30 ദിവസം കൊണ്ട് 300 പ്രോബ്ലംസും 300 വർക്ക്സും നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ആവും, നമ്മൾ ചെയ്ത് പഠിക്കും. അതൊരു നോട്ട്ബുക്കിൽ, കോളേജ് നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ട് വെച്ച് തുടങ്ങാം. അത് ഇന്നു മുതൽ തുടങ്ങിക്കോളൂ. മാത്സിൻ്റെ ബേസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 3 ദിവസം മാത്സിൻ്റെ ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചർമാരോട് സംസാരിച്ച് ക്ലാസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഈ പഠനത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും മാറ്റിവെക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളൊരു സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ഒരു ഫ്രൂട്ട്ഫുള്ളാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ, അക്കൗണ്ട്സ് പ്രോബ്ലത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അതോടൊപ്പം ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക. ടൈം സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സയൻസുകാരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഒരു ആദ്യ ഡേ 1 ഫിസിക്സും കെമിസ്ട്രിയും, ദെൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ 3 സബ്ജക്റ്റ് 20 മിനിറ്റിൻ്റെ സ്ലോട്ടാക്കുക. ഈ കോൺസെൻട്രേഷൻ ഇഷ്യൂ ഉള്ള കുട്ടിയാണെങ്കിൽ 20 മിനിറ്റിൻ്റെ ഒരു സ്ലോട്ടാക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്നു, ഒരു 6 മണിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണി മുതൽ 6:20, അല്ലെങ്കിൽ 6:30 മുതലാണെങ്കിൽ 6:30 മുതൽ 6:50 വരെയുള്ളൊരു ഫസ്റ്റ് സ്ലോട്ട്. ആ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പുസ്തകമൊക്കെ അടച്ച് വെച്ച് അതൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ, മനസ്സിലൊന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ വരുന്ന പോയിൻറ്റ്സ് ഒരു സ്ക്രിബിളിംഗ് നോട്ടായിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നതിന് ശേഷം ഈ സ്ക്രിബിളിംഗ് നോട്ടും നമ്മൾ ഈ വായിച്ചതും ഒന്ന് കമ്പയർ ചെയ്ത് ഒന്നുകൂടി വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ആ ഭാഗം ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ ഈ സ്ക്രിബിളിംഗ് നോട്ടിൽ വിട്ടുപോയ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് റെഡും കൊണ്ട് താഴെ ഒന്ന് എഴുതി വെക്കുക. ദെൻ അതിനുശേഷം അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ട്രംപ് കാർഡ് മെത്തേഡിലേക്ക്. അപ്പോൾ ഞാൻ സാധാരണ കുട്ടികളോട് പറയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റിന് 3 കളറുകൾ. 3 കളർ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതാ നോക്കിയേ, ഒരു
പിങ്ക് കളറിലുള്ളൊരു ഇങ്ങനത്തെ ഒരു നോട്ടാക്കി, ഐ മീൻ ഒരു ട്രംപ് കാർഡ് പോലെ അല്ലെങ്കിൽ ഒരു കാർഡ് പോലെ ഉണ്ടാക്കി ഇതിൽ ഈ പറഞ്ഞ കൺസോളിഡേറ്റ് ചെയ്ത് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ റിയാക്ഷൻ്റെ വ്യത്യസ്ത റിയാക്ഷനുകളെക്കുറിച്ച്, കോമ്പിനേഷൻ റിയാക്ഷനോ അതല്ലെങ്കിൽ ഡീകോമ്പോസിഷനോ അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതൊന്ന് നോട്ട് ഉണ്ടാക്കി കൺസോളിഡേറ്റ് ചെയ്ത് നോട്ട് ഉണ്ടാക്കുക. ദെൻ കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് റിയാക്ഷൻ ഉണ്ടാവുന്നത് അസോസിയേഷനോ ഡിസസോസിയേഷനാണോ മൂലമാണോ എന്ന ആ പോയിൻറ്റിന് പ്രാധാന്യം കൊടുക്കുക. ആ പോയിൻ്റ് എഴുതി വെക്കുന്നു. ദെൻ അതുപോലെ തന്നെ റിയാക്ഷനെ സ്വാധീനിക്കുന്ന ടെമ്പറേച്ചർ, ദെൻ അതുപോലെ തന്നെ വോള്യം, ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെ കുറിച്ച്, കാറ്റലിസ്റ്റൊക്കെ കുറിച്ച് നമ്മൾ അടുത്ത പോയിൻ്റ് എഴുതുന്നു. പിന്നെ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസിനെ കുറിച്ച് അതിൻ്റെ ഫോർമുലകൾ, ഇങ്ങനൊരു കൺസോളിഡേറ്റ് ചെയ്ത് എഴുതി വെക്കുക. അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു കളർ, ഈ കളറാണ് നിങ്ങൾ ഫിസിക്സിനോ അല്ലെങ്കിൽ ബയോളജിക്കോ കെമിസ്ട്രിക്കോ ഉപയോഗിക്കുന്നെങ്കിൽ കെമിസ്ട്രിയുടെ നോട്ട് ഉണ്ടാക്കാൻ ഇത് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ നോട്ട് ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ദെൻ ഇനി മറ്റൊരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറോ ബ്ലൂ കളറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ ഇങ്ങനെ 3 സബ്ജക്റ്റിന് 3 കാർഡാകും. ഇപ്പോൾ ഇക്കണോമിക്സ് ആണെങ്കിൽ ഇക്കണോമിക്സിന് ഒരു കളർ, ആ കളർ തന്നെ ഉപയോഗിക്കുക. ബിസിനസ് സ്റ്റഡീസിനാണെങ്കിൽ അതിനൊരു കളർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് വേറൊരു കളർ. 3 വ്യത്യസ്തമായ ഒരേ കളർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ ആ നോട്ട്സ് ഉണ്ടാക്കിയാൽ ഇതിനൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ദെൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുന്നു. നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങി. പിന്നെ നമ്മൾ വീണ്ടും വായിച്ചു, പിന്നെ നോട്ട് ഉണ്ടാക്കി കൺസോളിഡേറ്റ് ചെയ്തു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അത് പഠിക്കാം. അതല്ലെങ്കിൽ ഇതേ സബ്ജക്റ്റ് തന്നെ വീണ്ടും അടുത്ത് 20 മിനിറ്റ് വായിച്ച് ഒരു ദിവസം അങ്ങനെ ഏകദേശം ഒരു 3 മുതൽ ഒരു 6 സ്ലോട്ട് വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ ഒരു ടോപ്പിക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയും. ചില ആളുകൾ ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പഠിച്ച് പോകുമ്പോൾ ബോറടിക്കുന്നുവെങ്കിൽ, ഫിസിക്സ് വായിച്ചു ബോറടിക്കുന്നുവെങ്കിൽ അടുത്തത് നിങ്ങൾ കെമിസ്ട്രി എടുത്ത് വായിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, ഈ നോട്ട്സ് മാറ്റി വെക്കുക. ദെൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഈ നോട്ട്സ് ഒന്ന് ഇടയിലെടുത്തൊന്ന് വെറുതെ ഒന്ന് നോക്കുക. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഈ നോട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. ദെൻ രണ്ടാമത് വീണ്ടും അടുത്ത സബ്ജക്റ്റ് വായിക്കുന്നു, പഠിക്കുന്നു. അതിൻ്റെ ഇടയിൽ മാത്സും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചു പോകാം. ഇപ്പോൾ ഹ്യൂമാനിറ്റീസുകാരാണെങ്കിൽ അങ്ങനെ പ്രോബ്ലംസ് ആയിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഈ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചു പോകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കി പോകാവുന്നതാണ്. ദെൻ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ മാത്സിൻ്റെയും അക്കൗണ്ട്സിൻ്റെയും നിങ്ങളൊരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു സ്ലോട്ട് 2 മണിക്കൂറിൻ്റെ സ്ലോട്ടൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം മാത്സിൻ്റെ ഒരു 4-5 പ്രോബ്ലം എടുത്ത് വർക്കൗട്ട് ചെയ്യുക. പിന്നെ വീണ്ടും ഗ്യാപ്പിൽ വീണ്ടും 4-5 പ്രോബ്ലംസ് എടുത്ത് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം കൊണ്ട് 10 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പഠനത്തെ ഒന്ന് ക്രമീകരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തെ നമുക്കൊന്ന് സ്കെഡ്യൂൾ ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു 6 മണി മുതൽ ഒരു 8 മണി വരെയുള്ള ഒരു ടൈം സ്കെഡ്യൂൾ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഞാനതിനിങ്ങനെ പറയാം. ഒന്ന് സമയം 5:30 എണീക്കുന്ന 5 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 5:30 മുതൽ 8:30 വരെ ഒരു ടൈം സ്ലോട്ട്, അത് 3 മണിക്കൂർ കിട്ടും. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവാം. ദെൻ ഒരു 9 മണി മുതൽ ഒന്ന് വിശ്രമിച്ച് ഒരു 9 മണി മുതൽ 12 മണി വരെ. ദെൻ 2 മണി മുതൽ 4 മണി വരെയുള്ള ടൈം സ്ലോട്ട്, 4:30 മുതൽ 6:30, 7:30 മുതൽ പിന്നെ 9:30. ഇത് കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 12 മണിക്കൂർ കിട്ടും. ഇതിൽ 10 മണിക്കൂറെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. 9:30 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊന്ന് വിശ്രമിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി വീണ്ടും നേരത്തെ എണീക്കേണ്ടതുകൊണ്ട് 5 മണിക്ക് എണീറ്റ് 5:30 തുടങ്ങുന്ന രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യുന്ന ഇതൊരു സ്കെഡ്യൂളാക്കി എടുക്കാം. മറ്റൊന്ന് 8 മണിക്ക് ഒരു 7:30 എണീറ്റ് 8 മണിക്ക് റെഡിയായി 8 മണി മുതൽ 10 മണി വരെ, 10:30 മുതൽ 12:30 വരെ, 2 മണി മുതൽ 4 മണി വരെ, 4:30 മുതൽ 6:30 വരെ, 7:30 മുതൽ 9:30 വരെ, 10 മണി മുതൽ 12 മണി വരെ, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങുന്നു. ഇങ്ങനെ നമുക്കൊരു 12 മണിക്കൂർ കിട്ടുന്ന രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യാം. ചില ആളുകൾ 5 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് എപ്പോഴാണോ അവസാനിപ്പിക്കാൻ പറ്റുന്ന ആ ടൈമിന് ഒരു 10 മണി 10:30 മുമ്പ് തന്നെ തീർത്ത് കിടന്നുറങ്ങുക. ഇനി ഒരാൾ എണീക്കാൻ ഇച്ചിരി വൈകി, കുറച്ച് രാത്രി ഇരുന്നിട്ട് എണീക്കാൻ വൈകുന്ന ആളുകളാണെങ്കിൽ വീണ്ടും ഒരു 12 മണിക്കൂറിനോട്ട് ടൈം സ്ലോട്ട് ഉണ്ടാക്കി സ്കെഡ്യൂൾ ഉണ്ടാക്കി മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, ഇരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 10 പ്രോബ്ലംസ് മാത്സും 10 അക്കൗണ്ട്സ് പ്രോബ്ലംസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ദിവസവും ചെയ്യുന്ന 3 എണ്ണം വീതം ചെയ്യുന്ന രീതിയിലാക്കിയാൽ വളരെ സ്കെഡ്യൂൾഡായിട്ട് കൃത്യമായിട്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോയി പഠനം നന്നാക്കിയെടുക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഇപ്പോൾ പഠിച്ച് പോകുമ്പോൾ ചിലത് ഈ മറക്കാനുള്ള ടെൻഡൻസി കൂടും. നമ്മളെ പ്രശ്നം അതാണല്ലോ. ഞാൻ തുടങ്ങി വെച്ചത് ശ്രദ്ധിക്കണം,
ആദ്യത്തെ 33 ദിവസമേ നമുക്കുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു 3 ദിവസം ബേസ് എവിടെയെങ്കിലും കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അധ്യാപകരുടെ അടുത്ത് പോകുന്ന നാട്ടിലുള്ള എക്സ്പേർട്ടുകളെ കാണാനും നല്ല ട്യൂഷൻസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ച് ആ 3 ദിവസം കൊണ്ട് അത് നന്നാക്കിയെടുക്കാനുള്ള ആദ്യത്തെ ശ്രമം നടക്കുന്നു. രണ്ടാമത്തത് അടുത്ത 30 ദിവസം നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്യുന്നു. 12 മണിക്കൂർ വീതമുള്ളൊരു ദിവസമുള്ളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ 12 മണിക്കൂർ തുടക്കവും അവസാനവും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ മാറ്റാം. ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇടാം. നിങ്ങൾക്ക് പഠിക്കാൻ ബോറടിക്കുന്ന ടൈമിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ടൈമിനെ 12 മണിക്കൂർ എടുക്കാം. മിനിമം അതിൽ 10 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. 10 മണിക്കൂർ ഒരു ദിവസം ഇരുന്നില്ല എങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, ഓരോ ദിവസവും അതിനെ നിങ്ങൾ ഇരുന്ന ടൈം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റു 5 മണി മുതൽ അങ്ങ് ഇരുന്നു, 5 മണി മുതൽ ഇരുന്ന് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷേ ഒരു 8 മണി വരെ ഇരുന്നു, അപ്പം 3 മണിക്കൂർ അതൊന്ന് നോട്ട് ചെയ്യുക. 5 മണി മുതൽ 8 മണി വരെ ഇരുന്നു. അങ്ങനെ ദിവസം നോട്ട് ചെയ്താൽ ഒരു ദിവസം നിങ്ങൾ എത്ര പഠിക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ആ പഠിക്കുന്നതിന് മാക്സിമം ഒരു ദിവസം ഒരു 10 മണിക്കൂറിൽ കുറയാതെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. ദെൻ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും, ഞാൻ പറഞ്ഞ 10-12 മണിക്കൂറാണ്, 2 മണിക്കൂർ നമുക്കൊരു ബഫർ ടൈമായിട്ട് വെറുതെ കാണാം. ഇങ്ങനെ കണ്ട് ഒരു 8 മണി മുതൽ 12 മണിക്കൂർ, 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയുള്ള ടൈം യൂസ് ചെയ്യുന്ന എങ്ങനെ വന്നാലും യൂസ് ചെയ്യണം. ഒരു കാരണവശാലും 8 മണിക്കൂറിൽ താഴോട്ട് പോകരുത് എന്ന് നിങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ചാൽ ഉറപ്പായിട്ടും ഞാനാണ് വാക്ക് വരുന്നത് 85% കുറയാതെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യും, പാസ്സാൻ പറ്റും. ഒരു 85 പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു 90-95%, 90 പ്രതീക്ഷിക്കുന്ന ആൾക്ക് 95, 70 പ്രതീക്ഷിക്കുന്ന ആൾക്ക് ഒരു 85 എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇത് ആദ്യം മനസ്സിൽ കാണണം. ഇനി ഇങ്ങനെ നമ്മൾ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫിസിക്സ് രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിച്ചു, ഒരു 5-5:30 വരെ, അല്ലെങ്കിൽ ഇക്കണോമിക്സ് എടുത്ത് പഠിച്ചു, അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മളങ്ങനെ നോട്ട് ചെയ്ത് പഠിച്ചു. 5 മണിക്ക് തുടങ്ങി ഒരു 8 മണി വരെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ടൈം സ്ലോട്ടുകളാക്കി. നമ്മൾ അതിൽ കോൺസെൻട്രേഷൻ മാറും. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് 3 മണിക്കൂർ ഇരിക്കുന്നതിന് പകരം ഒരു ഭാഗം എടുക്കുന്നു, ഒരു 20 മിനിറ്റ് വായിക്കുന്നു, ദെൻ അതങ്ങ് മാറ്റി വെച്ചിട്ട് റിവൈസ് ചെയ്യുന്നു മനസ്സിൽ. എന്നിട്ട് അതിൻ്റെ നോട്ട് ഉണ്ടാക്കുന്നു. ആ നോട്ട് വീണ്ടും തുറന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വായിച്ച് പോകുമ്പോൾ ആ നോട്ടൊന്നും കൂടി അവിടെ വിട്ടുപോയതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അതിനൊരു ഈ കാർഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു കാർഡിലേക്ക് മാറ്റുന്നു. കാരണം ഇത് സൗകര്യമാണ്, പിന്നീട് എടുത്ത് നമുക്ക് നോക്കാം. അത് തന്നെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടടുത്ത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ദെൻ ഫ്ലൂറസെൻ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ബോക്സ് ഇടാം, വേറെ കളർ ഇട്ടുകൊണ്ട് എഴുതാം. പ്രധാനപ്പെട്ടത് മറന്നു പോകും, ടഫാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ചെയ്ത് ഈ നോട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ടൊരു 3 മണിക്കൂർ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ അടുത്ത സബ്ജക്റ്റ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഈ കാർഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ റിവിഷനായി. ദെൻ അടുത്ത വീണ്ടും സ്ലോട്ട് കഴിഞ്ഞ് വീണ്ടും ഈ കാർഡോ അടുത്ത സബ്ജക്റ്റിൻ്റെ കാർഡോ എടുത്ത് നോക്കാം. കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് എടുത്ത് നമ്മൾ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് വീണ്ടും നമുക്കൊന്ന് റീകളക്ട് ചെയ്യാനും മെമ്മറി എൻഹാൻസ് ചെയ്യാനും പറ്റും. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ തലേന്ന് ചെയ്തു വെച്ച കാർഡുകളൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഇടയിലോ ക്യാഷ്വലായിട്ട് ടീ കുടിക്കുക, ബ്രേക്ക് ഫാസ്റ്റിൻ്റെ ടൈമിനോ ടീയുടെ ടൈമിനോ ബെഡ് കോഫിയുടെ ടൈമിനൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിവൈസ് ചെയ്യാൻ പറ്റും. ഇനി ഭയങ്കര ടഫായ കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ചാർട്ട് പേപ്പറുകളുടെ വലുതിൽ സ്കെച്ച് കൊണ്ട് വലുതാക്കി എഴുതിയിട്ട് നിങ്ങൾ കാഷ്വലായിട്ടിരിക്കുന്ന ടൈം, ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് റൂമിൻ്റെ ആ ഭാഗത്ത്, TV ഉള്ളയിടത്ത് ആ ഭാഗത്ത്, വീട്ടിൽ പുറത്ത് പോയി കയറി വരുന്ന ഭാഗത്ത്, ഇവിടെയൊക്കെ നമ്മളതങ്ങ് വലുതായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ, ദെൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ, അതുപോലെ തന്നെ നമ്മളുടെ വാഷ്റൂമിൽ ടോയ്ലറ്റിൽ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര രസകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ നോട്ടും പഠനവുമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന് സ്റ്റിക്കി നോട്ട്സ്. ചെറിയ സ്റ്റിക്കി നോട്ട്സിൻ്റെ ബണ്ടിൽ കിട്ടും. അതിൽ ചെറിയ പോയിന്റുകൾ ഈ മിററിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയുടെ അവിടെ, വാഷ് ബേസിൻ്റെ അവിടെ ഉള്ള റൂമിൽ ആ ഭാഗത്ത് ഭിത്തിയിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അറിയാതെ നമ്മളങ്ങ് പഠിച്ചു പോകുന്നൊരു സിസ്റ്റം വരും. ഇതാണ് നമ്മുടെ നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഈ പഠിച്ച സാധനം നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, കേൾക്കാൻ തയ്യാറുള്ള അമ്മയോ അനിയനോ അനിയത്തിയൊക്കെ മുമ്പിൽ വെച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നന്നാവും. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ റെക്കോർഡർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വായിച്ചത് മനസ്സിലാക്കിയതും അങ്ങ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അത് പിന്നെ കുറച്ച് നേരം കേൾക്കുക. ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് വരാം. വേറൊരു പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അടുത്ത ഏറ്റവും സുഹൃത്തിനോട് ആ ഭാഗങ്ങൾ പഠിച്ചിട്ട് അതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ ഓഡിറ്ററി സ്കിൽസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയുള്ള ടൈമിൽ മാക്സിമം 4 മണിക്കൂറായിരിക്കും മാത്സ് ഉള്ള ആളുകൾക്ക് മാത്സ് 10 വീതം ചെയ്ത് പോകാൻ പറ്റുക. ബാക്കിയുള്ള 6 മണിക്കൂർ, 10 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ വീതം സബ്ജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എടുക്കുമ്പോൾ ഡേറ്റൊക്കെ ഇടുമ്പോൾ ഡേറ്റും സമയവും പ്രധാനപ്പെട്ട ആൾ. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പോയിന്റ് 10 പോയിന്റ് ആക്കിയിട്ട് ദെൻ അതുപോലെ സിപ്പോയി മ്യൂട്ടിനായിട്ട് ബന്ധപ്പെട്ടത് പറയുമ്പോൾ ഫസ്റ്റ് ഫ്രീഡം മൂവ്മെൻറ്റിനെ കുറിച്ച് ഫൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതൊക്കെ നമ്മൾ വിവരിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ 1, 2, 3 പോയിന്റുകളാക്കി വെച്ചുകൊണ്ട് നോട്ട് ഉണ്ടാക്കി അത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വലിയ ചാർട്ട് പേപ്പറിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നതല്ല. ഇപ്പോൾ ഡിമാൻഡിനെ കുറിച്ചും ഡിമാൻഡും സപ്ലൈയും നമ്മളുടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പോയിന്റുകൾ അല്ലെങ്കിൽ മാക്രോ മൈക്രോ ആയിട്ട് ബന്ധപ്പെട്ട ലിക്വിഡിറ്റി പ്രിഫറൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തിയറികളൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ഒന്ന് എവിടെയെങ്കിലും വലുതാക്കി നോട്ടാക്കി എടുത്തു വെക്കുന്ന ഒരു രീതി. ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട്സ്, ദെൻ ചാർട്ട് പേപ്പർ മെത്തേഡ്, ദെൻ ട്രംപ് കാർഡ് മെത്തേഡ്, കാർഡാക്കി വെക്കുന്നത്, ഇങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരോട് അങ്ങോട്ട് വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഇത് പഠിച്ച വിദ്യാർത്ഥികളോട് നിങ്ങളുടെ കൂട്ടുകാരോടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറയുക, ദെൻ റെക്കോർഡ് ചെയ്യുക. ഇത്തരം മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ച് വളരെ വിശദമായി നന്നായി പഠിച്ച് നമുക്കൊരു പേഴ്സണൽ ടൈം ടേബിൾ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനും നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാനും പറ്റും. ഇതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോഴിക്കോട്, കൊച്ചി, കോട്ടയത്തുള്ള എൻ്റെ ഓഫീസിൽ വരെ ടൈം എടുക്കുക. നമുക്കിരുന്ന് വിശദമായി ഒരു പേഴ്സണൽ പ്ലാൻ ഉണ്ടാക്കാം. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല കോഴ്സിലെത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.